ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട സയൻസാണ്. ഒരുപാട് സയൻസ് ഒന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. വെറും 3 സയൻസ്. ഈ സയൻസ് മാത്രം നോക്കിയാൽ മതി. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഇവർ നിങ്ങളുടെ സ്വപ്നത്തിൽ വരിക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ സ്വപ്നത്തിൽ ഇവരെ കാണുകയും മോർണിംഗ് എണീക്കുന്ന സമയത്ത് എന്തായിരിക്കും ഞാൻ ഇയാളെ സ്വപ്നത്തിൽ കാണാനുള്ള കാരണം എന്നൊക്കെ ആലോചിക്കാറുണ്ട് അല്ലേ? പ്രത്യേകിച്ചൊന്നുമല്ല, നിങ്ങൾ രണ്ടുപേരും സബ്കോൺഷ്യസ്ലി കണക്റ്റ് ആയതാണ്. ആ കണക്റ്റ് ആയതിൻ്റെ ഒരു സന്ദേശം നിങ്ങൾക്ക് ലഭിച്ചതാണ് ആ ഒരു സ്ലീപ്പിങ്ങിൽ. അപ്പോൾ ഒരാളെ നമ്മൾ സ്വപ്നത്തിൽ കാണുമ്പോൾ നമ്മൾ ആലോചിച്ച് കിടന്നിട്ടാണ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചിന്തയുടെ മാത്രം പ്രശ്നം കൊണ്ട് കാണുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കാണുന്നുവെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? സബ്കോൺഷ്യസ്ലി കണക്റ്റ് ആയതാണ്. ഇനി രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തെങ്കിലും ജോലിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് പെട്ടെന്ന് അയാളെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഒരു തോട്ട് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് നമ്മൾ ആ ചിന്തയുടെ പുറകെ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ വിചാരിക്കും, എന്താണിപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത വരുന്നത്? എന്തിനാണ് ഞാനിപ്പോൾ അവരെക്കുറിച്ച് ആലോചിക്കുന്നത്? കാരണം ഞാൻ ഇവിടെ വേറെ എന്തോ ഒരു പണിയിലല്ലേ, ഇപ്പം എന്തിനാണ് ആലോചിക്കുന്നത്? അല്ലാതെ ചില സന്ദർഭങ്ങളിലുണ്ട്, നമ്മൾ തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അറിയാതെ പെട്ടെന്ന് പോയിട്ട് അവരെ പിക്ക് ചെയ്തെടുത്ത് അവരെക്കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെ അല്ലാതെ നിങ്ങൾ വിചാരിക്കാതെ അവരെ കുറിച്ചിട്ടുള്ള തോട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന അർത്ഥം. ആ ടെലിപ്പതി നിങ്ങളിലോട്ട് റീച്ച് ആയതാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ വൈബ്രേഷൻ. സോ അത് നിങ്ങളുടെ ബോധമണ്ഡലത്തിലോട്ട് വരുന്ന സമയത്താണ് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ബോധതലത്തിലോട്ട് ആ ഒരു തോട്ട് വരികയും അതിൻ്റെ പുറകെ പോവുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. സോ അപ്പോൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നു എന്നുള്ളതും ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ്. ഇതുപോലെ തന്നെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സൈൻ എന്ന് പറയുന്നത്, നമുക്ക് ആ വ്യക്തിയെ ഫീൽ ചെയ്യുക. ആ വ്യക്തിയുടെ സ്മെല്ല്, ചിലപ്പോൾ സ്ഥിരം ഒരു പെർഫ്യൂം അടിക്കുന്ന ആളാണെങ്കിൽ ആ ഒരു സ്മെല്ലായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ബോഡിക്കൊരു സ്മെല്ലുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ ആ ഒരു പ്രസൻസിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുക, സ്മെല്ലടിക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആളാണോ അത് എന്ന് തോന്നുന്ന തരത്തിൽ നമ്മുടെ കണ്ണിൽ വേറൊരാളെ കാണുന്ന സമയത്തൊക്കെ അയാളാണോ എന്ന് തോന്നുക. അടുത്തെത്തുമ്പോൾ ചിലപ്പോൾ അയാളായിരിക്കത്തില്ല. അതുപോലെ ചിലപ്പോൾ പുറകുന്ന് ആൾ വിളിച്ച പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കുക. അപ്പം നമ്മുടെ ഈ 5 സെൻസസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവരെ ഇങ്ങനെ ഫീൽ ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. കണ്ണുകൊണ്ട് കാണുന്നത് പോലെ, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ, മൂക്കുകൊണ്ട് അവരുടെ സ്മെൽ ആസ്വദിക്കുന്നത് പോലെ അവരുടെ പ്രസൻസ് എപ്പോഴും ഇങ്ങനെ ഫീൽ ചെയ്യുക. എപ്പോഴും അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുക. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മളങ്ങനെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ പിന്നെ അവരെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ട് നടക്കണം ഫുൾ ടൈം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ആ തോട്ട് ഇങ്ങനെ തിങ്കിങ് സംഭവിച്ച് അങ്ങനെ നമുക്ക് സ്വയം ഓട്ടോമാറ്റിക്കലി ആ ഒരു തോട്ട് വരാം. അതല്ലാത്ത സാഹചര്യങ്ങളിൽ വരുന്നതൊക്കെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ സൈൻ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ വളരെ സിമ്പിളായിട്ടുള്ള 3 സൈൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ 3 സൈൻസ് മറക്കാതിരിക്കാൻ ഏതൊക്കെയാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എനിവേ, താങ്ക് യു.